ഞാനിപ്പോൾ ഈ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തിന് ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ ആ സുഹൃത്തിന് മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ഫോട്ടോ അയച്ച് ഇതിലത് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫോട്ടോ ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാം. നമ്മൾ മാത്രമല്ല, നമ്മളെ ഫോൺ ആരെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും കാണാം. അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ വന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്താൽ ഒരു പാസ്വേഡ് ചോദിക്കും. ഈ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഫോട്ടോ നമുക്ക് ഓപ്പൺ ആക്കാനാവും. ആ ഫോട്ടോ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കാനായി. ഇതുപോലെ നമുക്ക് പാസ്വേഡ് ഇട്ട് എങ്ങനെ വാട്സപ്പ് കൂടെ ഫോട്ടോ അയക്കാം. ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്കിതിന് ഇമേജ് ടു PDF കൺവെർട്ടർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇതുകൊണ്ട് ഫോട്ടോ പാസ്വേഡ് തയ്ക്കാൻ മാത്രമല്ല, നമ്മളെ ഗ്യാലറിയിലുള്ള ഫോട്ടോ ഒക്കെ ഒരു പാസ്വേഡ് ഇട്ട് നമുക്ക് ഒരു PDF ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുക. ഇമേജ് ടു PDF കൺവെർട്ടർ എന്നതിൻ്റെ പേര് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതാന്ന് അയക്കാൻ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇത് വരിക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ ഇങ്ങനെ ഇവിടെ വന്നിത് നമ്മളെ ഫോട്ടോ ഒരു PDF ആയിട്ട് കൺവെർട്ടായി. ഇനി ഇവിടെ മേലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ ഇവിടെ നമുക്ക് മേലെ പേജ് സൈസ് സെലക്ട് ചെയ്യുക. താഴെ ലാൻഡ്സ്കേപ്പിൽ വേണോ പോർട്രേറ്റിൽ വേണോ സെലക്ട് ചെയ്യുക. കംപ്രസ് ചെയ്യണേ അത് ചെയ്യുക. അതിനൊക്കെ താഴെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്നതിന് ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാസ്വേഡ് കൂടെ ഇട്ട് അതിനുശേഷം കൺവേർട്ട് ടു PDF കൊടുക്കുക. സേവ് കൊടുക്കുക. നമ്മളെ ആ ഫോട്ടോ ഒരു പാസ്വേഡൊക്കെ ഇട്ടിട്ട് ഒരു PDF ആയിട്ട് കൺവേർട്ടായി. ഇനി ഇവിടെ 3 ഡോട്ട് കാണും, ഇത് ക്ലിക്ക് ചെയ്യുക. ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്തിട്ട് നമുക്കാർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവർക്ക് ഏത് മീഡിയയിൽ കൂടെ ഷെയർ ചെയ്യുക കേട്ടോ. വാട്സപ്പിൽ നിന്നൊന്നുമില്ല, ഏത് മീഡിയയിൽ കൂടെ ഷെയർ ചെയ്യുക. ഷെയർ കൊടുക്കുക. ആ ഫോട്ടോ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടാവും, നമ്മളൊന്ന് തുറന്നു നോക്കുക. ഇപ്പോൾ വന്ന ഫോട്ടോ ആണ്, ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഇതൊക്കെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒരേ ഫോട്ടോ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും എത്ര ഫോട്ടോ വേണമെങ്കിലും, ഒരു ഫോട്ടോ മാത്രമല്ല ഒന്നിലധികം ഫോട്ടോസ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന നേരം പാസ്വേഡ് അവർക്ക് അറിയില്ലല്ലോ. ജസ്റ്റ് ഒരു കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റൊരു മെസ്സേജിൽ കൂടെ പാസ്വേഡും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. സംഭവം സിമ്പിള്. നമ്മളെ ഫോട്ടോ നമ്മൾ അയക്കുന്ന ആളല്ലാതെ വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ലൈക്കും കൊടുത്തേക്ക്. പാപം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.